നമ്മൾ ഗംഗാ ബോണ്ടം തെങ്ങും തൈ ഉണ്ട് ആ. ഇത് ഗംഗാ ബോണ്ടം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഇപ്പൊ ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞ തൈകളാണ്. ആ. 2 വർഷത്തിന്റെ ഉള്ളിലാണ് 2-2.5 വർഷം കൊണ്ടാണ് ശരിക്കും ഗംഗാ ബോണ്ടം കായ്ക്കുക. അതിപ്പോ നമുക്ക് ഏതാണ്ട് ഒരു 1.5 വർഷത്തിന്റെ മുകളിൽ നമ്മളെ കവറിനകത്തായതാണ്. ഇത് ഗ്യാരണ്ടി ആയിട്ട് അടുത്ത വർഷം കൊലക്കും. അതിപ്പോ ഇവിടെ ഇത് കണ്ട ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെയാണ് നമ്മളെ മദർ പ്ലാന്റുകൾ. ഇതൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മുടെ വിയറ്റ്നാം ഹേർലിന്റെ മദർ പ്ലാന്റുകളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇതിൽ നിന്നൊക്കെ വേണം നമ്മൾ ബെഡ് വുഡ് എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു വർഷം കൊണ്ട് കായ അതാണ് പിടിച്ചു ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ഉണ്ടല്ലോ നമ്മൾ മെയിൻ ഫാമിൽ കൊണ്ടുവച്ചത് കണ്ടില്ലേ, അതേ ബാച്ചാണ് ഇതെല്ലാം. ഓക്കെ, ഇതാണ് നമ്മളെ ജംബോ പ്ലാന്റ്. ബിഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടി ഒന്ന് പിടിച്ചു കൊടുത്താൽ മോട്ട കണ്ട 2 കൈ കൊണ്ട് പിടിക്കേണ്ടി വരും. വലിയ മരം അല്ലേ? അത് ഇനി അത് അപ്പുറത്ത് പിടിച്ചു, അത് പിടിച്ചു ചോട്ട്. അപ്പൊ ഇന്നത്തെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് തങ്കത്തിൽ അഗ്രോ ഫാം. നമ്മൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും നല്ലൊരു വീഡിയോ കൊണ്ടിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. നല്ല നല്ല പ്ലാന്റ്സുകളും അതിന്റെ വിലകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ തന്നെയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫാമിന്റെ ഓണർ ഷൗക്കത്തിക്ക് ഇവിടെ ഉണ്ട്. ഷൗക്കത്തിക്കാരൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ തിരൂർക്കാട് കാവുമ്പടി. അരിപ്ര കാവുമ്പടി എന്നാണ് ഇങ്ങോട്ട് നിയർ ആയിട്ട് പറയുന്നത്. പക്ഷെ അത് നമ്മള് ദൂരമുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ. പെരിന്തൽമണ്ണെന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ, നമ്മൾ ഈ 6 to 7 കിലോമീറ്റർ കറക്റ്റ് സ്പോട്ടിക്ക്. സ്പോട്ട്. നമ്മൾ തങ്കയത്ത് ഫാമിന്റെ വേറൊരു ഏരിയക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. സൗഖ്യത്തൊക്കെ അവിടെ ഉണ്ട്. സൗഖ്യ, ഈ ഏരിയ നമ്മൾ ആദ്യമായിട്ടുള്ള ഇപ്പോൾ കാണിക്കുന്നത്, ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. ഇതുവരെ നമ്മൾ ഇവിടേക്ക് വന്നിട്ടില്ല. നമ്മൾ അവിടെയാണ് കാണിക്കാറുണ്ടായിരുന്നത്. ഇത് നമ്മള് പിന്നെ കുറച്ച് നമ്മളാ നിലവിൽ നമ്മളെ ഫാം നിൽക്കുന്ന അവിടെ ഒരു 5 കിലോമീറ്റർ വിട്ടാണുള്ളത്. ഇപ്പൊ ഇവിടെ കണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെയാണ് നമ്മളെ മദർ പ്ലാന്റുകൾ. ഇതൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മുടെ വിയറ്റ്നാം ഹേർലിന്റെ മദർ പ്ലാന്റുകളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇതിൽ നിന്നൊക്കെ വേണം നമ്മൾ ബെഡ് വുഡ് എടുക്കുന്നത്. ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബെഡ് വുഡ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കാര്യമായിട്ട് പിന്നെ ഇത് മാംഗോസ്റ്റ് അങ്ങനെ ഇവിടെ നമ്മളൊരു തോട്ടം പോലെ ചെയ്തു വെച്ചതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇപ്പൊ ഇവിടേക്ക് നിന്നെപ്പോ കൊണ്ടുവരാണ്ടായ കാരണം നമുക്ക് ഈ ഗംഗാ ബോണ്ടം എന്ന് പറഞ്ഞ തെങ്ങും തൈന്റെ സ്റ്റോക്കാണ് ഇവിടെ കാര്യമായിട്ട് നമ്മുടെ അടുത്തുള്ളത്. തെങ്ങും തൈന്റെ സ്റ്റോക്കുകളാണുള്ളത്. ഈ നിരന്നിരിക്കുന്നത് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ഗംഗാ ബോണ്ടം തെങ്ങും തൈയാണ് ഇപ്പൊ സൈഡിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ താഴെ കണ്ടോണ്ട് അത് മൊത്തത്തിൽ അതിൽ തന്നെ ഇതാവണ്ട ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് കാണിച്ചു തരാം. ഇവിടെ കാണുന്ന കംപ്ലീറ്റ് ഗംഗാ ബോണ്ട് കേട്ടോ. ഗംഗാ ബോണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തത് ഒരു 500 എബവ് നമ്മളെടുത്ത് ഈ ടൈപ്പിൽ ഉണ്ടാവും. ഈ ഒരു ഏരിയത്തിൽ ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാവും. ഇനി ഇങ്ങോട്ട് വാ. ഈ ഓല കാണുന്നത് അതെല്ലാം ഇവിടുന്ന് അതെല്ലാം ഗംഗാ ബോണ്ടാണ്. ഇനി ഇങ്ങോട്ട് ആവും. ഇതൊക്കെ ഈ കണ്ടം ഫുള്ള് ഗംഗാ ബോണ്ടാണ്. ഇത് കംപ്ലീറ്റ് നോക്കാം. അതൊക്കെ നല്ല ഈ തരത്തിലുള്ള നല്ല അടിപൊളി തൈകൾ ഉണ്ടാവും. നമുക്ക് ഇനി അവിടെ ഉണ്ടല്ലോ നമ്മൾ മെയിൻ ഫാമിൽ കൊണ്ടുവച്ചത് കണ്ടില്ലേ, അതേ ബാച്ചാണ് ഇതെല്ലാം. ഇത് നമുക്ക് മലേഷ്യൻ യെല്ലോ ഉണ്ട്, ഇതിനകത്ത് ഓറഞ്ചും ഉണ്ട്. മലേഷ്യൻ യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളറിലായിരിക്കും ഇതിന്റെ തേങ്ങ വരിക. അതുപോലെ തന്നെ ഇതിന്റെ പട്ടിയെല്ലാം വരിക. നല്ല ഓർണമെന്റൽ ആണ് ശരിക്കും തന്നെ. കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നോക്കാം, നല്ല സൈസ്. ഇനിയിപ്പോ ഇതിലൊക്കെ കണ്ണുള്ളതൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ കണ്ടോ, നല്ല സൈസ് അല്ലേ? ഇനി ഇതുപോലെ തന്നെ ഇതിൽ ഓറഞ്ച് വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. അതിപ്പോ അത് യെല്ലോ ആണ്. ഇത് അതിന്റെ ഓറഞ്ചാണ്. അതിന്റെ തന്നെ വരുന്ന ഓറഞ്ചാണ്. ഇതൊക്കെ നമ്മളത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ വീഡിയോ ഒന്ന് പിടിച്ചു നോക്കാം. അങ്ങോട്ട് വീഡിയോ കാണൂല, അറ്റത്തെത്തൂല. ഒരുപാടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു തൊടു നിറയെ ഗംഗാ ബോണ്ടും ഇത് മാത്രമാണ് ഇരിക്കുന്നത്. ഇത് ഗംഗാ ബോണ്ടം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഇപ്പൊ ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞ തൈകളാണ്. 2 വർഷത്തിന്റെ ഉള്ളിലാണ് 2-2.5 വർഷം കൊണ്ടാണ് ശരിക്കും ഗംഗാ ബോണ്ടം കായ്ക്കുക. അതിപ്പോ നമുക്ക് ഏതാണ്ട് ഒരു 1.5 വർഷത്തിന്റെ മുകളിൽ നമ്മളെ കവറിനകത്തായതാണ്. ഇത് ഗ്യാരണ്ടി ആയിട്ട് അടുത്ത വർഷം കൊലക്കും. നല്ല രീതിയിൽ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നല്ല രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് വളം കൊടുക്കണം എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇതിനകത്ത് അത്യാവശ്യത്തിനുള്ള വെള്ളവും സാധാരണ ഒരു തെങ്ങ് കുഴിച്ചിടുന്ന പോലെയുള്ള നമ്മൾ വളമയും കാര്യങ്ങളും കുഴിയൊക്കെ എടുത്തിട്ട് പിന്നെ വെള്ളം നന്നായിട്ട് കൊടുക്കുക, വെളിച്ചവും കൊടുക്കുക. അതായത് സൂര്യപ്രകാശം ഉള്ള സ്ഥലങ്ങളിൽ വെക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സാധാരണ തൈ വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ വെളിച്ചം, അതായത് സൂര്യപ്രകാശം തടയപ്പെടാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ അവിടെ കണ്ട ഗംഗാ ബോണ്ടിന്റെ ബാക്കി ഒരു സെക്ഷൻ ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഗംഗാ ബോണ്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ ഈ തരത്തിൽ മിനിമം ഒരു 500 എബവ് പീസ് ഉണ്ട്. ഈ തെങ്ങ് കയ്യിൽ പെട്ടതല്ലേ? ഇതൊക്കെ നമ്മളിപ്പോ നേരത്തെ കണ്ടില്ല, അതേ ഗംഗാ ബോണ്ടം തെങ്ങും തൈനെ അടുത്ത വർഷത്ത് ഞാൻ പറയുന്നത് ഇപ്പൊ അത് അടുത്ത വർഷം കായ്ക്കുന്നാണല്ലോ. അതുപോലെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇത് കൊലപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ 35 കവറിലേക്ക് മാറ്റി വെച്ച തൈകളാണ്. ഇതിപ്പോ സെയിലിനുള്ളതല്ല, ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചതാണ്.
ഇത് ഗ്രീൻ കളർ ഏതാ ഇത്? ഇതൊക്കെ മലേഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞതാണ്. മലേഷ്യൻ ഗ്രീനിന്റെ ഇനി വലിയ 2 കൈ കൊണ്ട് പിടിച്ചാൽ പിടിയിറങ്ങാത്ത അത്ര വലുതുണ്ട്. അത് നമുക്ക് അവിടെ അപ്പുറത്ത് തൊടുകയാണ്, അത് നമുക്ക് കാണിക്കാം. ഇതൊക്കെ ഈ കാണുന്ന സ്റ്റോക്കൊക്കെ മലേഷ്യൻ ഗ്രീൻ ആണ്. ഇവിടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതൊക്കെ. എത്ര രൂപ ലിറ്റർ കൊടുക്കുന്നത് ഇവിടെ? ഇതിപ്പോ മലേഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഇത് സ്റ്റാർട്ടിങ് അല്ല, 21 കവറിൽ നമുക്ക് 1000 രൂപക്ക് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ. അത് നമുക്കിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് ഓൾ കേരള ഡെലിവറി കൊടുക്കാം. ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കാം. ഫ്രീ ഡെലിവറി ഓൾ കേരള. 1000 രൂപക്ക് ഇത് ഡെലിവറി കേരളത്തിൽ എവിടെ എത്തിക്കാം അല്ലേ? കേരളത്തിൽ എവിടെ എത്തിക്കാം. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്, സെലക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി അതിന്റെ ഒരുപാട് വലിയതുണ്ട് നമ്മളെ കയ്യിൽ. ഏത് വലിപ്പമുള്ള, അതായത് 2 ആള് പിടിച്ചാൽ പിടിയിറങ്ങാത്ത അത്ര വലിയ തെങ്ങുകളുണ്ട് അതിൽ. നമ്മൾ ഈ 1000 രൂപ പറഞ്ഞത് തന്നെ അത് കണ്ട ഈ സ്ത്രീകൾ കണ്ടത് തെയ്യൊന്ന് അടിക്കൊന്നും നോക്കാം. നല്ല അടിപൊളി തെങ്ങുകളാണ് ഇതൊക്കെ. നല്ല തെങ്ങുകളാ അല്ലേ? ഇതൊക്കെ ഏകദേശം എല്ലാം ഇപ്പൊ ഈ ഒരു സൈസ് പെട്ടതല്ലേ? ഈ സൈസ് പെട്ടതിന് നമുക്ക് ഈ റേറ്റ്. ഇതിന്റെ മുകളിൽ ഇനി 2 കൈ കൊണ്ട് പിടിച്ചാൽ പിടിയിറങ്ങാത്ത വലിയ 2 ആള് 3 ആളൊക്കെ ഹൈറ്റുള്ള വലിയ തെങ്ങുകളുണ്ട്. ഞാൻ അവിടെ കാണിക്കാം. കാണിക്കാം. അതിന്റെ റേറ്റ് മാറും. ഇത് ഈ വലിയത് ഈ ടൈപ്പിലുള്ളതിനാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഏത് വെറൈറ്റി പെട്ടതാ? ഇത് എല്ലാം നമുക്ക് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാ. ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടല്ലോ ഒരുപാട്. ഹൈബ്രിഡ് ഇഷ്ടം പോലെ സ്റ്റോക്ക്. എല്ലാതും നമ്മുടെ സ്റ്റോക്കിൽ ഹൈബ്രിഡ് ഇതിന്റെ വലിയതുണ്ടാവും. ഇതൊക്കെ തന്നെ 2 കൈ കൊണ്ട് പിടിച്ചാൽ പിടിയിറങ്ങൂല. ഇപ്പൊ എത്ര വർഷം കൊണ്ട് റിസൾട്ട് വരുന്നത്? ഹൈബ്രിഡ് ഒക്കെ ഇനി ഇതൊരു 1.5-2 വർഷം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ആവുന്നത്. 1.5 വർഷം കൊണ്ടാവും ഇതൊക്കെ അല്ലേ? 2 വർഷം കൂട്ടിക്കോട്ടെ. നമ്മൾ ഈ 1.5 പറഞ്ഞുകൊണ്ട് ഇതാക്കണ്ട. 2 വർഷം കൊണ്ടൊക്കെ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 വർഷം ആയ തൈകളാണ്. ടോപ്പ് തൈകളാണ്. ഇവിടെ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ടല്ലേ? ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും നമ്മളെ അടുത്ത് അവിടെയുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ പുതിയ ഫാമുകാരിൽ ഇവിടെ വന്നതാണ്. നമ്മളെ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് തെങ്ങും തൈകളെ. ഇതെല്ലാം മലേഷ്യൻ ഗ്രീൻ തെങ്ങാണ്. മലേഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിലിപ്പോ നമുക്ക് ഇത് പല തരത്തിലും, അതായത് പിടിക്കണില്ല, ആ തരത്തിലുണ്ടാവും. ഈ ഒരു ലെവലിലുണ്ടാവും, ആ ലെവലുണ്ട്. ഏത് ലെവലിൽ വേണമെങ്കിലുള്ള തെങ്ങുകൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ ഈ ഒരു നിൽക്കുന്ന അതൊക്കെ പിടിച്ച ആ ഒരു ലെവലിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1000 രൂപക്ക് ഇപ്പൊ നമുക്ക് ഓൾ കേരള ഡെലിവറി കൊടുക്കാം. അതായത് ഒരു ഓഫറാണ് നമ്മൾ പറയുന്നത്. ഓൾ കേരള ഡെലിവറി കൊടുക്കാം. അത് 1000 രൂപക്ക് ഇവിടെ കൊടുത്തിരുന്ന സാധനം ഓൾ കേരള ഡെലിവറിയിൽ നമുക്ക് 1000 രൂപ. 2500 വരെയുള്ള തെങ്ങുകൾ നമ്മുടെ എത്തേണ്ടതാ. ഈ ടൈപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് 2500 വരും. അത് കാണിച്ചു കൊടുക്കാം. അതൊക്കെ പറഞ്ഞാൽ എത്ര കൈ വേണ്ട വരും പിടിച്ചാന്? 2 കൈ വെച്ചിട്ട് 5-6 കൈ വേണ്ടി വരും. ആ ടൈപ്പിലുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് 2500 വരും. പിന്നെ അതിന്റെ താഴെ ഇങ്ങനെ ടൈപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 2000 രൂപ കൊടുക്കാം. അത് ആ ടൈപ്പിൽ വരുന്നത്. അത് കാണിച്ചു തരും ആ പാക്കിൽ. അതൊക്കെ ആണെങ്കിൽ നമുക്ക് 2000 രൂപ കൊടുക്കാം. അതും അതിനും 2 കൈയിലെത്തൂല. അത് പിടിച്ചടിച്ചെടുത്ത് അടിയിൽ പിടിച്ചടിച്ചു 2 കൈ വെച്ചാൽ 3 കൈയോ 4 കൈയോ ഒക്കെ അതിനും വേണം. അത് നമുക്ക് ആ ലെവലിൽ കൊടുക്കാം. പിന്നെ ഇനി ഈ ഒരു ലെവലിലാണെങ്കിൽ അതൊക്കെ നമുക്കൊരു 1500 രൂപ കൊടുക്കാം. 1500 രൂപേൻ്റെ. പിന്നെ ഈ വലിപ്പമുള്ളതാണ് നമ്മൾ. ഇതൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പോലെ 1000 രൂപേൻ്റെ ലെവലിൽ കൊടുക്കാം. മലേഷ്യൻ ഗ്രീന് അതൊക്കെ അപ്പോൾ 1000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഡെലിവറി കൊടുക്കാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. ഇവിടെ കാണുന്നതൊക്കെ പെട്ടാണല്ലോ ഇതൊക്കെ. അതെ, ഇത് നമ്മൾ വീഡിയോ തന്നെ വമ്പൻ ഒരു ഓഫർ വീഡിയോ ആയിട്ട് വിട്ടോ. ചെറിയ തെങ്ങിൻ തൈന് മലേഷ്യൻ ഗ്രീന് 350-400 രൂപ അല്ലേ ഏറ്റവും ചെറുത് ഒറിജിനലിന്. ഇത് ഒറിജിനൽ, അതായത് ഇത് നമ്മൾ കല്ലാപുരത്താണ് ഇതിന്റെ ഒറിജിനൽ ഉള്ളത്. തമിഴ്നാട് കല്ലാപുരം. അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ ആർക്കും മനസ്സിലാവും. അവിടുന്ന് നേരിട്ട് വിത്തെടുത്തതാ. നമ്മളിവിടെ ചെയ്യണല്ലേ? അവിടുന്ന് വിത്തെടുത്തിട്ട് നമ്മളിവിടെ പാകി മുളപ്പിച്ചതാണ്. ഇതെടുത്ത ബില്ല് നമ്മളെ കയ്യിലുണ്ട്. അത്രയും ഒറിജിനൽ. ഇനി അല്ല അവിടുത്തെ കല്ലാപുരം നഴ്സറിന്റെ നമ്പർ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം. കൂടുതൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ട്, സംശയം തീർക്കണമെങ്കിൽ തീർത്തോട്ടെ. നമ്മളറിയോ തങ്കേതൽ ഫാം അവിടെ നിന്ന് എടുക്കലുണ്ടോ എന്ന് അവർ ചോദിച്ചോട്ടെ. പിന്നെ ഇത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് പ്രത്യേകത എന്താ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടനെ വെല്ലുന്നതായിരിക്കും ഹൈബ്രിഡ്. അതിലും കൂടുതൽ കായ്ക്കും ചെയ്യും. നല്ല കായ്ഫലം കിട്ടുന്നതാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് ഒക്കെ നമ്മൾ ഈ റേറ്റ് തന്നെ കൊടുക്കും. ഹൈബ്രിഡ് നമുക്ക് ചെറിയൊരു റേറ്റ് മാറ്റം വരും. നമുക്ക് എന്നിരുന്നാലും നമുക്ക് മോശമില്ലാത്ത റേറ്റിന് തന്നെ കൊടുക്കുക. അതൊക്കെ ഹൈബ്രിഡ് തെങ്ങുകളാണ്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന അത് ഹൈബ്രിഡ് തെങ്ങാണ്. ഇത് ഹൈബ്രിഡാണ്. ഒക്കെ നമ്മൾ മിക്സിംഗിലാണ് ഇരിക്കുന്നത് എന്ന് മാത്രം. നമ്മൾ മലേഷ്യൻ ഗ്രീനിന്റെ തന്നെ ഹൈബ്രിഡ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഇത് നമുക്ക് എല്ലാ സൈസിലും കൊടുത്തു. ഇത് നമുക്ക് എല്ലാ സൈസിലും കൊടുക്കാതെ കൊലകാണി എല്ലാ സൈസിലും ഇതൊക്കെ ഹൈബ്രിഡ് ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ലാസ്റ്റിൽ ഇരിക്കുന്ന അത് ഹൈബ്രിഡ് ആണ്. ഇതെല്ലാം മലേഷ്യൻ യെല്ലോ ആണ്. മലേഷ്യൻ യെല്ലോ അല്ല, ഓറഞ്ച്
ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂലേ, അത് ഇതൊക്കെ മലേഷ്യൻ ഓറഞ്ച് ആണ്. ഓറഞ്ച് വരുന്നത്. പിന്നെ യെല്ലോയും ഉണ്ട്. ഈ ഈ ഫസ്റ്റ് മലേഷ്യൻ ഓറഞ്ച് ഒക്കെ നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണേ? ഈ മലേഷ്യൻ ഓറഞ്ച് ഒക്കെ നമുക്കൊരു 600 റുപ്യ മുതൽ കൊടുക്കാം. 600 രൂപ കൊടുക്കാം. 600 റുപ്യ മുതൽ കൊടുക്കാന്നാണ് പറഞ്ഞത്. ഇതല്ല, ഇതിന്റെ ഈ ടൈപ്പ് ഒക്കെ 600 റുപ്യ കൊടുക്കാം. നമ്മൾ ഈ മുമ്പിൽ എടുക്കണേ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഒരു വർഷമൊക്കെ അല്ല, ഒരു 1.5 വർഷമൊക്കെ ആയി. 1.5 വർഷം ഉണ്ടാവും. അത് ആ ടൈപ്പ് ഒക്കെ നമുക്ക് ഒരു 600 റുപ്യ കൊടുക്കാം. 600 റുപ്യ കൊടുക്കാം ഇതില്ലേ? ഒരു 600 റുപ്യ. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ഹുസൈനന്റെ അടുത്ത് വേര് പറിച്ച് എടുക്കേണ്ട. നല്ല സൈസ് അതൊക്കെ നമുക്ക് ഒരു 600 റുപ്യ കൊടുക്കാം. വലിയ തയ്യാണ്. ഓഫർ ആയിട്ട് കൊടുക്കാം. 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള തയ്യല് കാണുന്നതൊക്കെ. അതൊക്കെ ഇപ്പൊ നമുക്ക് നേരത്തെ മലേഷ്യൻ പറഞ്ഞ റേറ്റില് കൊടുക്കാം. ഇനി പുറത്ത് ഇത് നോക്കാം, ഇതൊന്ന് നോക്കാം. വലുത് ഇതൊക്കെ നേരത്തെ മലേഷ്യൻ പറഞ്ഞ റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചു നോക്കാം. ഈ തലക്കുന്ന ആ തല വരെ ഈ തെങ്ങനെയാണ് റോഡിന്റെ കംപ്ലീറ്റ് തെങ്ങാട്ടോ. അങ്ങോട്ടൊക്കെ തെങ്ങ്. ഇനി ഒന്ന് പോസ് ചെയ്ത് പോവാൻ മുകളിൽ നിന്ന് ഇനി തെങ്ങ് എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ ചാവക്കാട് ഗ്രീൻ. ചാവക്കാട് ഗ്രീൻ. ഇപ്പൊ നമ്മള് ഒരുപാട് തെങ്ങിൻ തൈകൾ കണ്ടു. തേങ്ങയോട് കൂടിയിട്ട് തെങ്ങ് കണ്ടോ കാശ് നിക്കുന്നത്. നിക്കണ കണ്ടുണ്ടാവും, പക്ഷെ കവറിലാണ് ഉപയോഗിക്കേണ്ടത്. വലിയ കവറിലാണ്. കവറൊന്ന് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ അതുപോലെ വെച്ചല്ലേ ചോക്കത്ത് കൈ സാധനം. അതെ അതെ, ഇത് ചാവക്കാട് ഗ്രീൻ. അതിലിപ്പോ ഈ ഒരു കൊലയിൽ 5 തേങ്ങ ഉണ്ട്. 5 തേങ്ങ ഇതിലുണ്ട്. അപ്പുറത്തൊന്നും ഉണ്ട്. പക്ഷെ ഇത് നമ്മളിപ്പോ ഇതിന്റെ ചോട്ടുക്കൊന്ന് നോക്കാം. ഇപ്പൊ അടുത്ത കാലത്ത് എന്തെങ്കിലും പരിചരണം നടന്ന ലക്ഷണം ഉണ്ടോക്കാം? ഇല്ല, ഒന്നുമില്ല. അതാണ് വെറും ഒരു എപ്പോഴും അതിന് ജീവൻ കിടക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. വേറെ ഈ സൈസിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ക്കൂലേ? അപ്പൊ കായ്ക്കും. അതാണ് അതിന്റെ അതൊക്കെ നമ്മളിത് ഇനി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടമാനുണ്ട്. നമ്മൾ കൊടുത്തും പോയി. പിന്നെ ഇത് ഗംഗാബോണ്ടാണ്. ഗംഗാബോണ്ട് അതേപോലെ തന്നെ കവറിൽ കായ വന്നിരുന്നത്. പക്ഷെ ഇതും തന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കേപ്പില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിലവിൽ കായില്ല. നല്ല ജാതിന്റെ തൈകൾ ബഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മളടുത്ത് എത്ര പീസ് കൊടുക്കാനുണ്ടാവില്ലേ? ഇപ്പൊ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇനി വേറെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ബഡ് ചെയ്തിട്ട് പിടിച്ച തൈകൾ മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചതാ. ബഡ് പിടിച്ച തൈകൾ ഇതുണ്ടോ, ഇതിനകത്ത് നോക്കൂ. ബഡ് ഇങ്ങനെ മുളച്ച് വരുന്നത് ഇതുണ്ടോ, ചെറിയ മുള വന്നത്, അങ്ങനെയുള്ളത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഒരു തട്ടായത്. ഇനി ബാക്കിയുള്ളത് നമ്മൾ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ബഡ് ചെയ്തതിന്റെ ശേഷം. ഇതെല്ലാം കിണറ്റിങ്കര ജാതിയാണ് കേട്ടോ. കിണറ്റിങ്കര വെറൈറ്റിയാണ്. ഇല ലീഫ് ശരിക്കും ഒന്ന് കാണിച്ചോ, ആളുകൾക്ക് അറിയുന്ന ആളുകൾക്ക് അറിയാം. ഒറിജിനൽ കിണറ്റിങ്കര തോട്ടത്തിൽ നിന്ന് നമ്മൾ ബഡ് കൂടെ എടുത്തിട്ട് നമ്മളിവിടെ ചെയ്യിപ്പിച്ചതാണ്. പക്ക കിണറ്റിങ്കര, നല്ല ഹീൽഡ് കിട്ടുന്ന, നന്നായിട്ട് കായ്ക്കുന്ന, ഭയങ്കര ഇല കാണാതെ കായ്ക്കുന്ന വെറൈറ്റിയാണ് ഈ കിണറ്റിങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയാം. ഒരുവിധം ജാതിയെ കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ജാതിന്റെ വലിയ മരം കാണുന്നത് അല്ലേ? ജാതിന്റെ വലിയ മരം കാണാൻ പോണുള്ളൂ. ഇതൊന്നും വലുതല്ല. ഇതൊന്നും വലുതല്ല. ജാതി നമ്മുടെ അടുത്ത് കാഴ്ചത് വരെ ഉണ്ട്. ഇഷ്ടം പോലെ, 1, 2 അല്ല, 100 കണക്കിന് പീസ് കാഴ്ചത് വരെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് ശരിക്കും കാണിച്ചു കൊടുത്തോക്ക്. ഇതിന്റെ ഹൈറ്റ് ഏതാണ്ട് 4 അടി ഉണ്ടാവില്ലേ? എന്റെ ചെസ്റ്റ് വരെ എന്തായാലും ഉണ്ടാവും. നല്ല അടിപൊളി ബുഷ് തയ്യൂല്ലേ? ഈ ടൈപ്പ്. ഇനി അതേ ടൈപ്പാണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. ഇത് കംപ്ലീറ്റ് ഒരേ സൈസിൽ വരുന്നത്. ഇനി പുറത്തേക്കൊക്കെ ആ ഒരു ലെവലില്. പിന്നെ ഇതിന്റെ ഒരു സ്റ്റെപ്പ് താഴെ ഉള്ളതും ഉണ്ടാവും. ജാതിയുടെ ഇഷ്ടം പോലെ കളക്ഷനാണ്. പിന്നെ ഇതാ വേറൊരു ടൈപ്പ്. ഇതാ ഈ വേറൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വേറെ ഇവിടെ ഉണ്ട്, ഈ തരത്തിൽ പോകുന്നത്. ഇനി ഇതിന്റെ വലുതില്ല അതിന്റെ ഒക്കെ വലുത് കാഴ്ചത് ഉണ്ട്. അത് നമുക്ക് കാണിക്കാം. അത് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഒരുപാടുണ്ട് ഇവിടെ. ഏറ്റവും ചെറുതെന്നാണ് നമ്മൾ പോരുന്നത്. അതെ, ഏറ്റവും ചെറുത് അവിടെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊരു സൈസ് കാണിച്ചു. ഒരു തട്ട് വട്ടം വീശിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 2 തട്ടിൽ വട്ടം വീശിയതും 3-ാം തട്ട ആയതുമായിട്ടുള്ള ചെടികളുണ്ട്. ഇതൊക്കെ പല തരത്തിലുള്ളതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ. ആദ്യം ഒരു 2-3 ഐറ്റം കണ്ടു. പിന്നെ അതിന്റെ ബിഗ് സൈസ് അപ്പൊ കാണുന്നത്. ബിഗ് സൈസ് അല്ല, അത് മീഡിയം സൈസ്. അല്ല, കുഴപ്പമില്ല, ബിഗ് സൈസ് തന്നെയാണ്. നമ്മളെ ഇവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് നമ്മളെ മീഡിയം സൈസ് ആണ്. അതിന്റെ മോട്ട ഒന്ന് കാണിച്ചാൽ അതന്നെ ഒരു പിടീന്റെ മുകളിലുണ്ട് അടി. പിന്നെ നമുക്ക് ഒരാളെ ഹൈറ്റ് ഒന്ന് കാണിച്ചാൽ, കൈ ഒന്ന് പൊക്കി കൊടുത്താൽ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ വർഷം ഫ്ലവർ ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലവറിങ് പിടിക്കൂല, പിന്നെ മഴ ചെയ്തിട്ട് ചാടിപ്പോയതാണ്. ഇപ്പൊ നമ്മൾ മഴ അടഞ്ഞു നിന്ന സമയത്ത് ചാടിപ്പോയതാണ്. ഇതിനകത്തൊക്കെ ഫ്ലവർ പിടിച്ചിരുന്ന തൈകളാണിത്. ഇനി ഈ തരത്തിലുള്ളതാ, ഇങ്ങോട്ട് നോക്കിക്കും. ഇഷ്ടം പോലെ ആ ഒരു കാറ്റഗറിയിലുള്ളത് നമ്മുടെ അടുത്തുണ്ട്. ആ ഒരു വലുപ്പത്തിലുള്ള ഇഷ്ടത്തിന് സാധനമുണ്ട്. ഇനി വേറെ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. ഇനി ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, ബാക്കിയൊക്കെ ഒരുപാടുണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റോക്ക് പ്രശ്നമല്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഒരുപാട് പീസ് കാണുന്നുണ്ട്. അപ്പൊ ഈ സൈഡിൽ കാണുന്ന ഇതാണ് നമ്മളെ ജംബോ പ്ലാന്റ്, ബിഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അടി ഒന്ന് പിടിച്ചു കൊടുത്താൽ മോട്ട കണ്ട, 2 കൈ കൊണ്ട് പിടിക്കേണ്ടി വരും. വലിയ മരം അല്ലേ? അത് ഇനി അത് അപ്പുറത്ത് പിടിച്ചു, അത് പിടിച്ചു ചോട്ട്. ഓക്കെ, കണ്ട
ഇതൊക്കെ എത്ര പ്രായം കാണും? ഇതാണ് നമ്മുടെ ജംബോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഒരു 5 വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കായ്ച്ചിരുന്നതാണ്. ഇനി ഇതിലിപ്പോ ഫ്ലവർ ഉണ്ടാവും. ഇത് പ്രാവശ്യം കായ പിടിക്കും. കാരണം ചെറിയ കവറിലാവുകൊണ്ട് ഫ്ലവർ വന്നു അല്ലേ? ഇതൊക്കെ ഫ്ലവർ കായൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. കായ്ച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. കണ്ടോ? പിന്നെ വളരെ ചെറുതായിട്ട് നമുക്ക് കാണുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിലും ജാതി എങ്ങനെയാണ്, വർഷത്തിൽ കായ്ക്കുന്നതാണോ? ജാതി വർഷത്തിൽ 1-2 പ്രാവശ്യം കായ്ക്കും. ഇതിൽ ഫ്ലവർ കണ്ട, അതൊക്കെ ഫ്ലവർ വിരിഞ്ഞു വരുന്നതാണ്. അതെ, ഈ ബ്ലാക്ക് ബ്ലാക്ക് അത് എങ്ങനെ പിന്നെ അതിന് മറ്റേ ചെറിയ കവറിനകത്തെല്ലാം നിൽക്കണേ. അപ്പൊ കരിഞ്ഞു പോകും. ചിലപ്പോൾ 1-2 കായൊക്കെ അപ്പൊ പിടിക്കുള്ളൂ. കാരണം ഇത്രയും ചെറിയ നമ്മൾ 21 കവറിനകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അതും നമ്മുടെ അടുത്ത് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വേറെയും സ്ഥലത്തുണ്ട്. ഓക്കെ, ഇത് ജാതിന്റെ മരങ്ങൾ നമ്മൾ വേറെ സെക്ഷനില്ല. അപ്പോ ഇതെല്ലാം നമ്മളിപ്പോൾ വേറെ സ്ഥലത്താണ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് കൊടുത്തതല്ല. ഇത് നമ്മളെ തന്നെ ഇഷ്ടംപോലെ സ്റ്റോക്കാണ് ജാതിയൊക്കെ കിടക്കുന്നത്. ജാതിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നല്ലേ ഇഷ്ടംപോലെ. പിന്നെ ഇനി ഇത് എനിക്ക് വേറെ ജാതി കാണിച്ചു തരാം. നമ്മളിവിടെ ഷോ പ്ലാന്റ് ആയിട്ട് വെച്ചതാണ്. കായോട് കൂടെ കായ നിൽക്കുമോ, സൂം ചെയ്തോ. അപ്പൊ ഇനി ഒരു കായൊന്നല്ല, ഇത് 10-50 ഒക്കെ കായ്ക്കുന്നതിന് ഇപ്പൊ പൂടാൻ തുടങ്ങിയിട്ടുള്ളതാ. ഒരു സ്റ്റേജ് ഇതാ പൂവിടുന്നു കണ്ടോ. ഫ്ലവർ അവിടെ കായായിട്ടുണ്ട്. അത് ഫസ്റ്റ് ആയ കായാണ്. ഇനി വേറെ ഉണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവില്ല. അതാ ഈ സൈഡിൽ നോക്കാം. ഇവിടെയൊക്കെ മുകളിൽ ഫ്രൂട്ട് അവിടെ ഉണ്ടോ? ഫ്രൂട്ട്സ് അതാ അതിന് ഹൈറ്റ് ഒരു 20 അടി ഉണ്ടാവുകയെ. 15 അടിക്ക് മേലല്ല. അത് ഇവിടെ ഫ്രൂട്ട് വരുന്നു, ഇത് ഫ്രൂട്ട് വരുന്നു, ഇവിടത്തെ ഫ്ലവേഴ്സ് വരുന്നു. നിറച്ച്. ഇനി ഈ മരത്തിന്റെ വണ്ണം നോക്കാം. ഇതൊരു പോട്ടിനകത്താണ് നിൽക്കുന്നത്. മരത്തിന്റെ വണ്ണം നോക്കാം. എന്റെ കൈയൊന്ന് വെച്ച് നോക്കാം. അതിന്റെ ബാക്ക് ഇത് 2 കൈക്ക് ഒതുങ്ങൂല. എന്റെ കൈ കാണുന്നില്ലല്ലോ. ഇല്ല, വലിയ മരം കേട്ടോ. അത്രയും വണ്ണുള്ളത് നമ്മള് കവറിലൊരു 20 അടി ഉണ്ടാവും. അപ്പൊ ജാതിന്റെ ചെറുത് തൊട്ടിട്ട് എത്ര വലുത് നമ്മൾക്കുണ്ടാവും അല്ലേ? പിന്നെ നമ്മുടെ സാന്ദർഭികമായിട്ട് പറയാം, നമ്മളെ മാംഗോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന വലിയ നമ്മൾ 25,000-30,000 കൂടെ ഫുള്ള് കാലിയാ. ഇനി അതിലുള്ള ആകെ ഒരൊറ്റ പീസേ നമ്മളെടുത്ത് ഉള്ളൂ. ഇതും കാഴ്ച അതിന്റെ ഈ ഒരൊറ്റ എണ്ണ കേട്ടോ. ഒരു പീസേ ഉള്ളത്? ഒരൊറ്റ പീസ്. ചെറുതല്ലേ? ചെറുത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത്ര വലിയ പീസുകളിൽ മൊത്തം തീർന്നു. ഇനി ഒരെണ്ണം ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ശതമംഗലം എന്ന് പറഞ്ഞ കവുങ്ങ് കേട്ടാ, നമുക്ക് എന്തായാലും കായഫലം എന്തായാലും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കവുങ്ങ് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ശതമംഗലത്തെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇത് ഇന്റർമംഗളിൽ നിന്ന് തിരിഞ്ഞു വന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾക്ക് ഒരുപാടുണ്ട് കേട്ടോ. ശതമംഗലുണ്ട്. കവുങ്ങ് എത്ര റേറ്റ് ഉണ്ട് നമ്മൾക്ക്? കവുങ്ങ് ഇപ്പൊ നമുക്ക് ഇന്റർമംഗലുണ്ട്, മോഹിത് നഗർ ഉണ്ട്, കാസർഗോഡൻ ഉണ്ട്, അതുപോലെ തന്നെ ഇരഹള്ളി ഉണ്ട്, ഡോർഫ്, അതുപോലെ ഇപ്പൊ ഈ ശതമംഗള, ഒരു 5-6 വെറൈറ്റി ഉണ്ട്. ഇത് മംഗലാപുരത്ത് നിന്ന് തോട്ടത്തിൽ നിന്ന് എടുത്തതാണ്. ഇത് ഇനി തന്ന ആളെ നമ്പറും കൊടുക്കാൻ തയ്യാറാണ്. വേണമെങ്കിൽ തന്നാണ് മദർ പ്ലാന്റ് എവിടെ ഉള്ളതില്ല. കാരണം ഒരാൾ ഇപ്പൊ ഇത് കൂടുതൽ വെക്കാൻ തയ്യാറാവുകയാണ്. അയാൾക്ക് ഇപ്പോ ഇത് നമുക്ക് എന്തൊരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. എത്ര വർഷം കൊണ്ടാവും ഇത്? ഇതൊക്കെ ഇനിയിപ്പോ ഒരു 2-3 കൊല്ലത്ത് കൊണ്ട് എന്തായാലും 3 വർഷം കൊണ്ടാവും. 3 വേണ്ട. തെങ്ങിൻ തൈയില് ഹൈബ്രിഡ് തെങ്ങിൻ തൈ ഞാൻ കാണിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തെങ്ങിൻ തൈകളായി കാണിക്കണതൊക്കെ അതും ഒറിജിനലാണ്. തേങ്ങ കൊടുത്തിട്ട് പാകിയിട്ട് നമ്മള് വിശ്വാസം, അതായത് കസ്റ്റമറുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ അല്ലാതെ പുറത്തുനിന്ന് തെങ്ങ് തൈ വാങ്ങലേ അതല്ല, തൈ വാങ്ങണ പരിപാടി ഇല്ല. അപ്പൊ ഏത് ഐറ്റാണെങ്കിലും നമ്മൾ തേങ്ങ കൊടുത്തിരുന്ന ഗംഗാപോണ്ടാണ് ഈ കിടക്കുന്നത്. അതെ അതെ. ഇപ്പൊ നമുക്ക് പാകാൻ വേണ്ടിട്ട് കറക്റ്റ് പപ്പായ ഷേപ്പിലുള്ള തേങ്ങകൾ കിടക്കുന്നുണ്ടോ കണ്ടോ. നമ്മൾ എല്ലാം ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നുണ്ടോ. ഒറിജിനൽ ഗംഗാപോണ്ടം. ഇത് ഇതിന് കൊണ്ടുവച്ചാ കേട്ടോ. ഇവിടെ നമുക്ക് പാകാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചാണ്. ഇത് കണ്ടോ, ഇതിപ്പോ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതുപോലത്തെ തെങ്ങിൻ തൈകളുണ്ട്. ഇതിന്റെ വലുതുണ്ട്, ചെറുതുണ്ട് അല്ലേ? എല്ലാ സൈസും ഉണ്ട്. നമുക്ക് ഇത് എത്ര രൂപ കൊടുക്കുന്ന? ഇത് നമുക്ക് ഒരു ഞങ്ങൾ 500 രൂപക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഹൈറ്റ് ഇതുണ്ട്, നല്ല തൈയാണ്. പിന്നെ കിളിയോല വന്ന തൈയാണ്. കിളിയോലൊക്കെ വന്ന നല്ല കിടിലൻ തൈകളാണ്. എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. ഇതിന് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഓഫറായിട്ട് നമുക്ക് 400 രൂപക്ക് കൊടുക്കാം. 400 രൂപ കൊടുക്കാം. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് മലേഷ്യൻ ഗ്രീൻ തെങ്ങിൻ തൈ കേട്ടോ. അതും കണ്ടോ, അതിന്റെ ഒക്കെ പവർ കണ്ടില്ലേ? എന്ത് വൃത്തിയുള്ള തൈകൾ അറിയോ? ഇത് ഒരുപാട് നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് മലേഷ്യൻ ഗ്രീൻ തെങ്ങിൻ തൈകളാണ്. ഒറിജിനൽ തെങ്ങിൻ തൈകളാണ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വിലക്കുള്ളതും എത്ര ക്വാണ്ടിറ്റി വേണം നമുക്ക് ഇവിടെ കൊണ്ടുപോകാനുണ്ട്. അത്രയും നല്ല തെങ്ങിൻ തൈകളൊക്കെ 100% നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. കാരണം ഇവിടെ പാകിയിട്ട് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള തെങ്ങിൻ തൈകളായി കാണിക്കുന്നതൊക്കെ. ഇത് നമ്മൾ കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്തിട്ടോ. 1000 രൂപയ്ക്കാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. ഇതിന്റെ ചെറിയ തൈകളുണ്ട്, 400-ന് 300 ഒക്കെ ഉണ്ട് നമ്മളടുത്ത്. ഇപ്പൊ ഈ കാണിക്കുന്നത് അതിൽ പെട്ട തന്നെയാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഓഫറിൽ കൊടുക്കുകയാണ്. എത്ര രൂപ കൊടുക്കുക? ഇതിപ്പോ നമുക്ക് ഓഫറിൽ ഒരു 500 രൂപ കൊടുക്കാം. ഇത് ഓഫറിൽ നമ്മൾ 500 രൂപ കൊടുക്കുന്നത് കേട്ടോ. 500 രൂപന്റെ ഉണ്ട്, 300 രൂപന്റെ ഉണ്ട്, 400 രൂപന്റെ ഉണ്ട്. എല്ലാ സൈസിലും 2500 വരെ ഉണ്ട്. 2500 വരെ ഉണ്ട്. ഇതൊക്കെ ഏകദേശം 2 വർഷം പ്രായമായിട്ടുള്ള തെങ്ങിൻ തൈകൾ ഇപ്പൊ ഞാൻ ഈ കാണിച്ചിട്ടുള്ളതൊക്കെ.
അപ്പോൾ എത്ര വേണമെങ്കിലും നമ്മുടെ അടുത്ത് ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്. ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക.